നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി എൽഡിഎഫിൽ വിവാദം മുറുകുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും എംഎൽഎ വി.കെ. പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. കെഎസ്ആർടിസി എം.ഡി. ബിജു പ്രഭാകർ ബുധനാഴ്ച ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും. ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. തുടർന്ന് മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണ് എന്നുമുള്ള ഗണേശന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവായി ഉയരുന്നത്. വട്ടിയൂർക്കാവ് എംഎൽഎ വി.കെ. പ്രശാന്ത് തുടങ്ങിവെച്ച വിമർശനം സിപിഎം സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലാണ്. സർക്കാരിനോടോ സിപിഎമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് രംഗത്ത് എത്തിയിരുന്നു. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് യു ടേൺ എടുക്കേണ്ടി വരുമോ എന്നാണ് വിലയിരുത്തൽ. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയം എന്നാണ്. അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകും എന്നുമാണ് മേയർ ആര്യ വ്യക്തമാക്കിയത്. തലസ്ഥാന നഗരത്തിൽ ഹിറ്റായ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല എന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കളഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തു വരികയാണ്. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയം എന്നാണ്. അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകും എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ വ്യക്തമാക്കി. ഇലക്ട്രിക് ബസ് വിജയകരമാകുന്നു എന്നും തലസ്ഥാന ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നും പുതുതായി 20 ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ വാങ്ങുവാനുള്ള നടപടികൾ പൂർത്തിയായി എന്നും മേയർ വിശദീകരിച്ചു. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയാണല്ലോ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഗണേഷിന് തിരിച്ചടിയായി എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നഗരപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലയിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി കെഎസ്ആർടിസിക്ക് വാങ്ങി നൽകി. ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം സജ്ജമാക്കിയിട്ടുണ്ടെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഇതിനെതിരെ ഗതാഗത മന്ത്രി എന്ത് പറയുമെന്ന് കണ്ടറിയണം. എന്തായാലും നിലവിൽ പന്തിപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്.